അപ്പോൾ കേരള ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ലുലു മോളിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ എൻ്റെ സിസ്റ്ററിനെ പിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ലുലു മോൾ ട്രിവാൻഡ്രം. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ ലുലു മോൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ അവിടെ ഒരുപാട് തവണ പോയിട്ടില്ല. ഒരു തവണ 2 തവണ പോയിട്ടുള്ളൂ. പക്ഷേ ഈ പ്രീമിയം ലുക്കൊന്നും അന്ന് അവിടെ തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ ലുലു മോൾ ട്രിവാൻഡ്രം എല്ലാവരും പറയണത് ഭയങ്കര പ്രീമിയം ലുക്കാണെന്നൊക്കെയാണ്. അത് കാരണം ഞങ്ങളൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 11 മണിയായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ക്രൗഡൊന്നും അധികം ആയിട്ടില്ല. ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. അത് കാരണം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. തീരെ തിരക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ എൻട്രൻസിലൂടെ കടന്നു. ഇപ്പോൾ ഇവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം ആൾക്കാർ ആരുമില്ല. പക്ഷെ നല്ല വൃത്തിയായിട്ടും നല്ലതായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാംഗ്ലൂർ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ തോന്നാറില്ല. ഒരു സാധാരണ ഒരു മോൾ. അപ്പം ബാംഗ്ലൂർ ഇവിടെ ഈ ഫിനോക്സ് മോളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് തോന്നുന്നു. കാരണം അത് കുറച്ചുകൂടെ പ്രീമിയം ലുക്കാണല്ലോ. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒന്ന് വന്ന് കണ്ടിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും പോകണമെന്നായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് എല്ലാവരുടെ കൂടെ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വന്നിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്ന സ്ഥലം. ഇവിടെ അധികം ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. തീരെ തിരക്കില്ല. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ തിക്കും തിരക്കും ആയിരിക്കും എന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഈ ഒരു സാധനം കണ്ടു. അപ്പോൾ ഇതെന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതെന്തോ സംസാരിക്കുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. അവർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും പുറത്ത് പോയി അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാൻ നോക്കണം എന്താണ് സംസാരിക്കണതെന്ന്. അതെന്തോ പറയുകയാണ്. നമുക്ക് മനസ്സിലായില്ല കുറേ സമയം നോക്കി നിന്നിട്ടും. പക്ഷെ കാണാനൊരു ഭംഗിയൊക്കെ ഉള്ളത് കൊണ്ട് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് നേരം ഞങ്ങൾ ചെവി കൊടുത്തുന്നത് എന്താണ് പറയുന്നത്, വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് പിടികിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞു ചുമ്മാ അതിലേക്ക് കറങ്ങി. അപ്പം സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അവിടെ. ബാംഗ്ലൂർ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ നമുക്ക് ബാംഗ്ലൂർ സ്റ്റൈലിലുള്ള ക്ലോത്ത്സൊക്കെയാണ് കിട്ടാറുള്ളത്. അപ്പം എനിക്ക് കുറച്ച് കേരള ടൈപ്പ് ഡ്രസ്സ് എന്തെങ്കിലും വേണമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഒന്ന് ട്രയലൊക്കെ ചെയ്തു. അധികം ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ ഗെയിമിംഗ് സോണാണ്. ഇവിടെ പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ബർഗർ മാത്രം കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് പോവാണ്. തിരിച്ച് പോയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം ചേച്ചി പറഞ്ഞു ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ നല്ല ഭംഗിയാണ്, അവിടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. ആ സമയത്താണ് ഞാനിവിടെ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കണ്ടത്. ഈ ബാംഗ്ലൂരും ഉണ്ട്, എന്നാലും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ കുറേ